ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത് ഒരു തുളസി ഇല പനിക്കൂർക്ക, അതായത് നഗരയില കൊണ്ടുള്ളൊരു കാപ്പിയാണ്. ഇടാം. ഇത് നഗരയില, അതായത് പനിക്കൂർക്ക. ഇത് തുളസി ഇലയാണ്. ഇത് തുളസി ഇല വന്നിട്ട് നമ്മുടെ ഡാർക്ക് പച്ചയും ചെറിയ വയലറ്റും ചേർന്നതാണ് തുളസി ഇല. ഇതാണ് അതിൻ്റെ പൂവ്. ഈ പൂവ് കാണിക്കുന്നത് ശരിക്കും തുളസി മാറാതിരിക്കാനാണ് പൂവ്. ഇത് നഗരയില പനിക്കൂർക്ക. ഇത് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പം സ്ലേറ്റൊക്കെ മായ്ക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നു, മഷിത്തണ്ടിരുന്നു. അതിന് ശേഷമാണ് ഇതിൻ്റെ ഗുണം മനസ്സിലായത്. ഇത് വന്നത് ഔഷധ ചെടിയാണ്. പനിക്കൊക്കെ നല്ലതാണ്, കുട്ടികൾക്ക് നല്ലതാണ്. ചെറിയ കുട്ടികൾക്ക് നീർവീഴ്ച ഉണ്ടാകുമ്പം ഇത് ചെറുതായിട്ട് ചൂടിൽ വാട്ടിയിട്ട് തലയുടെ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കും. അപ്പോൾ നീർവീഴ്ചയൊക്കെ പോവും. അപ്പം ഇതൊരു ഔഷധ ചെടിയാണ്. ഇതും അതെ. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് കാപ്പി ഇടാം. വെള്ളം ഞാൻ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്, അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി കാപ്പി ഇടാം. അല്ലാതെ നല്ലതുപോലെ അഴുകി വെന്ത് വരുന്ന സമയം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കത് അരിച്ച് കാപ്പിയായിട്ട് എടുക്കാം. പഞ്ചസാര ആവശ്യമുള്ളവർ പഞ്ചസാര ഉപയോഗിക്കാം. കരിപ്പെട്ടിയാണ് ആവശ്യമുള്ളവർ കരിപ്പെട്ടി ഉപയോഗിക്കും. കരിപ്പെട്ടി ഇടുന്നത് ഷുഗറുകാർക്ക് നല്ലതാണ്. ഷുഗർ ഉണ്ടെങ്കിൽ കരിപ്പെട്ടിയാണ് കൂടുതൽ നല്ലത്. കുട്ടികൾക്കൊക്കെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. കാപ്പി തിളയ്ക്കുന്നുണ്ട്. നല്ല തിളച്ച് ഇല നല്ല വാടിയ ശേഷം കാപ്പി നമുക്ക് അരിച്ചെടുക്കാം. ഇതാണ് കാപ്പി. പിന്നെ നമ്മൾ കാപ്പപ്പൊടിയും വെള്ളവും കൂടിയാണ് തിളപ്പിച്ചുകൊണ്ടിരുന്നത്. അതാണ് ഈ ബ്രൗൺ കളറ്. അത് കഴിഞ്ഞ് പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ പഞ്ചസാര നമ്മുടെ ആവശ്യാനുസരണം ഇടാം. നല്ല ചൂടുണ്ട്. ആറിയ ശേഷം നമുക്ക് ഗ്ലാസ്സിൽ ഉപയോഗിച്ച് എടുത്ത് ഒഴിച്ച് മാറ്റാം.